നമസ്കാരം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാനിന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രണ്ട് ടൈപ്പിലുണ്ട്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം, മീഡിയം ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. ലോങ് ടേമും വരുന്നുണ്ട്. ഈ ഷോർട്ട് ടേം, മീഡിയം ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈമറി ലെവൽ സ്ഥാപനങ്ങൾ ഏതാണ്? കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതൊക്കെ കാറ്റഗറി വരുന്നുണ്ട്? അവരുടെ അപെക്സ് ലെവൽ ഏതാണ്? ഈ ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈമറി ലെവൽ ഏതാണ്? അപെക്സ് ലെവൽ ഏതാണ്? ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ടേം, മീഡിയം ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈമറി ലെവൽ സ്ഥാപനങ്ങൾ ഏതാണെന്നും അതിൻ്റെ അപെക്സ് ലെവൽ ഏതാണെന്നും ആണ്. അപ്പോൾ ഷോർട്ട് ടേം, മീഡിയം ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈമറി ലെവൽ ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പാക്സ്, ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ACS ആക്ട് പ്രകാരം സെക്ഷൻ വരുന്നത് 2OAA ആണ്. പ്രവർത്തന പരിധി ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, വാർഡാണ്. കാർഷിക വായ്പകളാണ് മെയിനായിട്ടും കൊടുക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. അപ്പം ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടും എൻ്റേതായിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്ത നോട്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അതായത് എഴുതിയെടുക്കണവർക്ക് എഴുതിയെടുക്കാം, അതല്ല കേട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാർമർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് എല്ലാം തന്നെ പാക്സിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് പാക്സിൻ്റെ ഒരേ ഫോർമാറ്റ് തന്നെയാണ് ബാക്കിയുള്ളവർക്കും ഉള്ളത്. കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി പാക്സിൻ്റെ, അതായത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് 15 അംഗങ്ങൾ ഉണ്ട്. കാലാവധി 5 വർഷമാണ്. 3 വനിതകളും ഒരു SC STയും 10,000 രൂപയിൽ കൂടുതൽ നിക്ഷേപമുള്ളവരുടെ ഒരു പ്രതിനിധി. 15 അംഗങ്ങൾ, കാലാവധി 5 വർഷം, 3 വനിതകൾക്കുള്ള സീറ്റ്, ഒരു SC STക്കുള്ള റിസർവ് ചെയ്തിട്ടുണ്ട്. 10,000 രൂപയിൽ കൂടുതൽ നിക്ഷേപമുള്ളവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവും ഉണ്ടാവും. ഇവരുടെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം, മീഡിയം ടേം ലോൺ നൽകുന്നു. വളം ഡിപ്പോ, നീതി സ്റ്റോറുകൾ, നീതി മെഡിക്കൽ ഷോപ്പുകൾ, ഉത്സവകാല ചന്തകൾ, സംഭരണങ്ങൾ, നെല്ല്, തേങ്ങ, കശുവണ്ടി, നിക്ഷേപങ്ങൾ സ്വീകരിക്കും മെമ്പേഴ്സിൽ നിന്നും നോൺ മെമ്പേഴ്സിൽ നിന്നും, പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ നടത്തും, ലോക്കർ സൗകര്യം, മണി ട്രാൻസ്ഫർ, ബില്ലുകളുടെ അടവ്. ഇനി പാക്സിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് ആർക്കൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? റിസർവ് ഫണ്ടിലേക്ക് 15%, 5% അല്ലെങ്കിൽ 60,000 എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക്, 5% പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക്, 7% അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക്, 10% മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക്. 15 റിസർവ് ഫണ്ട്, 5 എഡ്യൂക്കേഷൻ ഫണ്ട്, എഗെയിൻ 5 പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്, 7 അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, 10 മെമ്പർ റിലീഫ് ഫണ്ട്. ഷോർട്ട് ടേം ലോൺസിനും മീഡിയം ടേം ലോൺസിനൊക്കെ പീരീഡ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഷോർട്ട് ടേം ലോൺസിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 18 മാസം അല്ലെങ്കിൽ 1.5 വർഷം എന്നാണ്. മീഡിയം ടേമിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 18 മാസം മുതൽ 5 വർഷം വരെയാണ്. ഇനി ഇത് പ്രൈമറി ലെവലിലുള്ള കാര്യങ്ങളാണ്. സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിലും, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിലും, ഫാർമർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, അതേപോലെ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ നേരിയ വ്യത്യാസം മാത്രമേ. അതുകൊണ്ടാണ് ഞാൻ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാത്തത്. ഇനി KSEB അപെക്സ് ലെവൽ എന്ന് പറഞ്ഞു. ഷോർട്ട് ടേം, മീഡിയം ടേം ലോൺ കൊടുക്കുന്നതിൻ്റെ അപെക്സ് ലെവൽ സ്ഥാപനമാണ് KSEB. KSEBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കോബാങ്ക് ടവേഴ്സ് അറ്റ് ട്രിവാൻഡ്രമാണ്. ഫോം ചെയ്തത് 1956 ACS ആക്ട് പ്രകാരമാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 മെമ്പേഴ്സും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 9 മെമ്പേഴ്സും ആണ് ഉള്ളത്. റീജിയണൽ ഓഫീസസ് 3 സ്ഥലത്തുണ്ട്: കോഴിക്കോട്, എറണാകുളം, ട്രിവാൻഡ്രം. KSEB ബ്രാഞ്ചസ് ഇല്ലാത്ത ഡിസ്ട്രിക്റ്റ് ഏതൊക്കെയാണ്? കാസർഗോഡും കോട്ടയവും. KSEBയുടെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് ഷെയർ ക്യാപിറ്റൽ, ഡെപ്പോസിറ്റ്സ്, ബോറോയിങ്സ്.
KSEBയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? മാനേജിംഗ് ഡയറക്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ യോഗ്യത IAS ക്വാളിഫിക്കേഷൻ. KSEB അഫിലിയേറ്റഡ് ആയ ആദ്യത്തെ സെൻട്രൽ ബാങ്ക് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. സമൃദ്ധി കാർഡ്സ്, കോബാങ്ക് കാർഡ്സ് ഇതെല്ലാം ഇഷ്യൂ ചെയ്യുന്നത് KSEB ആണ്. KSEBയുടെ മെയിൻ ഫങ്ഷൻ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിന് അഗ്രികൾച്ചറൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. KSEB ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ് മാസ് മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം കേരള. ആസ്തി അതായത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് ട്രിവാൻഡ്രം മാനുവലിയിൽ 1992 KSEB തന്നെയാണ് കൊണ്ടുവന്നത്. ഇനി KSEB 1956 വന്നതെന്ന് ആര് പറഞ്ഞു? KCS ആക്ട് പ്രകാരം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ കുറേ വർഷങ്ങളിലൂടെ KSEB കടന്നുപോയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് അന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ KSEB. പിന്നീട് 1915 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കായി. ഒന്ന് അറിഞ്ഞിരിക്കണം, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് രൂപത്തിൽ വരും. 1916 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 18/1/1916. 1943 ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. 1954 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. 1956 കേരള കോപ്പറേറ്റീവ് ബാങ്കായിട്ട് അറിയപ്പെട്ടു. സ്റ്റേറ്റ് ലെവലിലേക്ക് ഉയർത്തി. ഇനി 1966 മാർച്ച് 1 RBIയുടെ നിയന്ത്രണത്തിൽ ആര് വന്നു? KSEB വന്നു. അതുകൊണ്ട് തന്നെ ഷെഡ്യൂൾഡ് ബാങ്കായിട്ട് മാറി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് അപെക്സ് കോപ്പറേറ്റീവ് ബാങ്കും കേരളത്തിലെ ഒരേ ഒരു ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കുമാണ് KSEB. ഇന്ത്യയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് അപെക്സ് കോപ്പറേറ്റീവ് ബാങ്കും കേരളത്തിലെ ഒരേ ഒരു ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്കുമാണ് KSEB. 1972 RBIക്ക് KSEBക്ക് ലൈസൻസ് കൊടുത്തു. എന്തിനുള്ള ലൈസൻസ് കൊടുത്തു? ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നതിനുള്ള ലൈസൻസ് കൊടുത്തു. 1972 RBI KSEBക്ക് ലൈസൻസ് കൊടുത്തു. ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നതിനുള്ള ലൈസൻസ് കൊടുത്തു. KSEB കണക്റ്റിംഗ് ലിങ്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആരുടെയൊക്കെ? നബാർഡിൻ്റെയും കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും കണക്റ്റിംഗ് ലിങ്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് KSEB കണക്റ്റിംഗ് ലിങ്കായിട്ട് വർക്ക് ചെയ്യുന്നു. ആരുടെ? കോപ്പറേറ്റീവ് ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും നബാർഡിൻ്റെയും. ഇപ്പോൾ KSEBക്കുള്ള ടയർ എത്രയാണ്? 2 ടയർ സ്ട്രക്ചറാണ്. നേരത്തെ അപെക്സ് ലെവല് KSEB, ഡിസ്ട്രിക്ട് ലെവല് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി ലെവൽ. ഇപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് കേരള ബാങ്കിൽ ലയിച്ചു. അതിൽ മലപ്പുറം മാത്രമേ ലയിക്കാത്തുള്ളൂ. ബാക്കിയുള്ള ബാങ്കുകളെല്ലാം കേരള ബാങ്കിൽ ലയിച്ചിട്ടുണ്ട്. ഇപ്പോൾ KSEBക്ക് 2 ടയർ സ്ട്രക്ചറാണ് ഉള്ളത്. ക്യാംകോന് ഫിനാൻസ് കൊടുക്കുന്നത് KSEB ആണ്. ക്യാംകോന് ഫിനാൻസ് കൊടുക്കുന്നത് ആരാണ്? KSEB ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപെക്സ് ലെവൽ KSEB പ്രവർത്തിക്കുന്നത്, അപെക്സ് ലെവലിൽ നിന്നുകൊണ്ട്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷോർട്ട് ടേം മീഡിയം ടേം ലോണ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ചാണ്. അവരുടെ അപെക്സ് ലെവലിനെ കുറിച്ചിട്ടുള്ള KSEBനെ കുറിച്ചുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈമറി ലെവലും അപെക്സ് ലെവലിനെ കുറിച്ചും പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഇതിൽ ഞാൻ എന്തെങ്കിലും തിരുത്തണമെന്നെങ്കിൽ പറയാം. എടുക്കുന്ന രീതി ശരിയാകുന്നില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.